സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ചോദ്യത്തിനും ഒരേ ഇൻട്രോ ടൈപ്പ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എക്സാം പേപ്പറിൽ ഇംഗ്ലീഷ് പേപ്പർ വരാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ, ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫോർമാറ്റുകളൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ. അതായത് നമ്മളിപ്പം ഫോർമാറ്റ് നമ്മൾ പഠിക്കുന്ന ഡയറി ഉണ്ട്, ലെറ്റർ ഉണ്ട്, അതേപോലെ തന്നെ സ്പീച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഫോർമാറ്റ് ഉണ്ട്. എന്നാൽ 4 മാർക്കിനും 6 മാർക്കിനും വരുന്ന ചില ക്വസ്റ്റ്യൻസിന് എന്തില്ല, ഒരു ഫോർമാറ്റുള്ള രീതിയിലില്ല. അത് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കമൻറ്റ് അബൌട്ട് അല്ലെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ജനറലി എഴുതാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് എന്ന രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ 100% ഷുവർ ക്വസ്റ്റ്യൻ എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അത് എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഒരാളൊന്ന് കണ്ടവരൊന്ന് കണ്ടിട്ടുണ്ടെന്ന് പറ. കണ്ടിട്ടുണ്ടോ? മറ്റേ നമ്മളെ ചാപ്റ്ററിൻ്റെ പേരും റൈറ്ററിൻ്റെ പേരും. യെസ് അതൊന്ന് അത് കാണാത്തവർ കുഴപ്പമില്ല, പക്ഷെ അതൊന്ന് മനസ്സിൽ വെക്കണം. ഓക്കെ, അതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷനാണിത്. ഓക്കെ ആണല്ലോ? ആ കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർമ്മിച്ചാൽ മതി. ഇനിയും പഠിച്ചിട്ടില്ലേ കുഴപ്പമില്ല. നമുക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം, പഠിച്ച് വരാം. ഓക്കെ ആണല്ലോ? അതിന് മുമ്പ് നാളെ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാം. അപ്പോഴത്തേക്ക് ഏകദേശം എല്ലാവരും ജോയിൻ ചെയ്ത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? സിമ്പിളായിട്ടൊരു ഫോർമാറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ ഇങ്ങനെ ക്ലാസ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഗൂഗിൾ മീറ്റിൽ ഇതേപോലെ തന്നെ ക്ലാസ് ഉണ്ടാവുന്നത് 7:45 to 9:15 വരെ ക്ലാസ് ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ചാപ്റ്ററും റിവിഷൻ രീതിയിൽ സ്പീഡിൽ പോകണം. അതേപോലെ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് ആരും ജോയിൻ ചെയ്തിട്ടില്ല ഇതുവരെ, ആ ഗ്രൂപ്പിലേക്ക് ഞാൻ നോട്ട്സ് അയച്ചു തരും. അതേപോലെ തന്നെ ചാപ്റ്ററിൻ്റെ സമ്മറി, മലയാളത്തിലെ സമ്മറി, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഒന്നുകൂടി ജസ്റ്റ് ആൾക്കാർ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നതാണ്. ഡൗട്ട് ക്ലിയറൻസ്, പിന്നെ മോഡൽ എക്സാം പേപ്പർ, ഇതൊക്കെ പറഞ്ഞു. റിവിഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് രാവിലെ 12th നിങ്ങൾ എക്സാം, 12th ഇംഗ്ലീഷ് എക്സാം, ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട്. 12th. അപ്പോൾ 12th രാവിലെ 9 മണിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് 6 മുതൽ 7 വരെ ലാസ്റ്റ് ഒരു ബൂസ്റ്റർ ഷോർട്ട് എന്ന രീതിയിൽ റിവിഷൻ വരെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കതൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ ക്ലാസ്സിന് ശേഷം ഈ ക്ലാസ് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ച് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഈ സമയത്ത് പറ്റില്ല, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പറ്റില്ല, എന്തെങ്കിലും ഉണ്ട്, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയാം. ഓക്കെ, ജസ്റ്റ് എന്നാലും വിളിച്ചോ, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ. ഓക്കെ ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചും കൂടി പേര് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, അവരെ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും പോയാൽ യെസ് അഡ്മിറ്റ് ഓക്കെ ആണ്. ഇനി ഒരു 2 ആൾക്കാർ കൂടി വെയിറ്റ് ചെയ്യാം. ഉണ്ടോ? ഇല്ലല്ലോ? തുടങ്ങാം. നമുക്ക് 10 മിനിറ്റ്സ് ആയല്ലോ, സ്റ്റാർട്ട് ചെയ്തുവിടാം. അവിടെ കാണുന്ന കുറച്ച് ആൾക്കാർ പേര് വിളിക്കാം. രജിത, ഷൈജ, നജ്മുനിസ, ലില്ലൂസ്, ഷംന, റഷീദ്, എല്ലാവരും ഇല്ല? ജസ്റ്റ് ഒരു തംസപ്പ് ഇടണം. യെസ്, തംസപ്പ് കാണുന്നുണ്ട്. തസ്ലീമ, യെസ്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇതിന് ചേരാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി ക്ലാസ് തുടങ്ങാം. ഓക്കെ ആണല്ലോ? യെസ്, ഇതാണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റ്. വെരി ഈസി സംഭവം. നിങ്ങൾക്ക് ജനറലായിട്ട് എല്ലാ ക്വസ്റ്റ്യനും ഫോർമാറ്റ് ഇല്ലാത്ത മറ്റുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ജനറലി എഴുതാൻ പറ്റുന്ന ഫോർമാറ്റ് ഇതാണ്. ഇത് സിമ്പിളാണ്. നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകും തോറും നമുക്കൊരു പാരഗ്രാഫ് തന്നെ ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഈ കാര്യം പഠിച്ചു വെക്കാൻ, ഇവിടെ ഫിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ അന്ന് നിങ്ങൾക്ക് 100% ഷുവർ ക്വസ്റ്റ്യൻ എന്നുള്ള വീഡിയോ എടുത്തുന്നത്. ചാപ്റ്ററിൻ്റെ നെയിമും ടൈപ്പും ഓതറിൻ്റെ പേരും. അതിൽ കുറച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ടഫായിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ വന്നു. നമുക്ക് ഓൾറെഡി വന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. സ്ക്രീൻ ക്ലിയർ അല്ല? സ്ക്രീൻ കാണുന്നില്ലല്ലോ. സ്ക്രീനിലൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയണേ. ട്രൈ ചെയ്യാം. ഇപ്പോൾ കാണുന്നുണ്ടോ? ഓക്കെ. സോ ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ കണ്ടോ? കമൻറ്റ് ഓൺ ദ ടൈറ്റിൽ, ദ ഗിഫ്റ്റ്, അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ നമ്മൾ വേറെ ചെയ്യും, പക്ഷേങ്കിൽ അതിനും ഇത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പ്ലേ മദേഴ്സ് ഡേ. ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റൻസ്. വാട്ട് ആർ ദ ഇഷ്യൂസ് ദാറ്റ് ദ പ്ലേ മദേഴ്സ് ഡേ ഹൈലൈറ്റ്സ്. ഇതൊക്കെ 4ഉം 5ഉം മാർക്കിനുണ്ട്. ഈച്ച് ക്യാരീസ് 5 scores. 5 മാർക്കിനും 6 മാർക്കിനുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിൽ പോലും, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസാണ് ഞാനിവിടെ റെഡിയാക്കി. അതായത് ഞാൻ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളതിൽ ആൾക്കാരെ ഫിൽ ചെയ്താൽ മതി, എന്നിട്ട് ആൻസർ പേപ്പർ എഴുതാം.
അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സാം ടിപ്പും നമ്മൾ ഇന്ന് ലാസ്റ്റ് പറയാൻ പോകുന്നുണ്ട്. ഓക്കെ, എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന എല്ലാ എക്സാമും ജനറലി നിങ്ങളുടെ ഹിസ്റ്ററി അക്കൗണ്ടൻസി എല്ലാ എക്സാമിനും ജനറലി ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പ് നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. യെസ്, ഫസ്റ്റ് വൺ ഈസ് ഇത് ചാപ്റ്റർ നെയിം. നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് ഫസ്റ്റ് എഴുതുക. ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററിൻ്റെ പേര് എന്തിലിടണം? കൊട്ടേഷൻ മാർക്കിൽ ഇടുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, അല്ല കൊട്ടേഷൻ മാർക്സ് ഇടാം. ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഷോർട്ട് സ്റ്റോറി, മെമ്മോയർ, പോയം, 1 act പ്ലേ, അങ്ങനത്തെ ടൈപ്സ് ഞാൻ അന്ന് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പം റിട്ടൺ ബൈ ദ ഫേമസ്, നെക്സ്റ്റ് എന്താണ്? ഒരു മിനിറ്റ്. റിട്ടൺ ബൈ ദ ഫേമസ് റൈറ്റർ ഓർ പോയറ്റ്. എന്താ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യണം, നിങ്ങൾ ഏതെങ്കിലും ഒന്ന്. അതായത് ഒരു പോയം ആണെങ്കിൽ, ഒരു കവിതയാണെങ്കിൽ പോയറ്റ് എന്ന് പറയണം. മറ്റുള്ള എന്താണെങ്കിലും 1 act പ്ലേ ആണെങ്കിലും ഷോർട്ട് സ്റ്റോറി ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ റൈറ്റർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അതിനുശേഷം അയാളുടെ പേര് എഴുതുക. ഇതിനാണ് ഞാൻ നിങ്ങളോട് അന്നത് പഠിക്കാൻ പറഞ്ഞത്. പഠിക്കാത്തവർ കുഴപ്പമില്ല, നിങ്ങൾ ഈ ലൈവ് ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. അതേപോലെ തന്നെ ഇന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന ആ ഒരു പേടിയില്ലാണ്ട് നിൽപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. സോ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഞാൻ സ്ലൈഡ്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. ഓക്കെ, നിങ്ങളത് പേടിക്കണ്ട, ഈ സ്ലൈഡ്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഓപ്പൺ ചെയ്തിട്ട് പഠിക്കാം. ക്ലിയർ ആണല്ലോ? യെസ്. നമുക്ക് ഗിഫ്റ്റ് എന്നുള്ള ചാപ്റ്ററിലെ ഈ സംഭവങ്ങൾ ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? ഗിഫ്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ദ ഗിഫ്റ്റ് ചാപ്റ്ററിൻ്റെ The gift is an interesting short story. ഇവിടെ ഷോർട്ട് സ്റ്റോറി എന്താണ്? ടൈപ്പാണ് അല്ലേ? ഗിഫ്റ്റ് എന്നത് ഷോർട്ട് സ്റ്റോറിയാണ്. റിട്ടൺ ബൈ ദ ഫേമസ് റൈറ്റർ. എന്താ? പോയം അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് റൈറ്റർ എഴുതി SK പൊറ്റക്കാട്. പൊറ്റക്കാടിൻ്റെ സ്പെല്ലിംഗ് ഒന്നും നിങ്ങൾ നോക്കണ്ടേ, ആൾക്കാർ സ്പെല്ലിംഗ് പ്രശ്നമില്ല. SK പൊറ്റക്കാട്. ദ ഗിഫ്റ്റ് is an interesting short story written by the famous writer SK പൊറ്റക്കാട്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു. ഓക്കെ, അത് ഗിഫ്റ്റിനെ പറ്റിയാണ്, ഗിഫ്റ്റ് എന്നുള്ള ചാപ്റ്ററിനെ പറ്റിയാണ്, അതൊരു ഫോർമാറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈന് നിങ്ങൾക്ക് ഈ സെയിം സംഭവം എഴുതാൻ പറ്റും. നിങ്ങളിത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ഫില്ല് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ വന്നാലും ചാപ്റ്ററിൻ്റെ പേര് മാറ്റാം, ടൈപ്പ് മാറ്റാം, ആളെ പേര് മാറ്റാം, ബാക്കി സെൻറ്റൻസ് സെയിം തന്നെ. അപ്പോൾ നിങ്ങൾ എക്സാമിൽ നിങ്ങൾ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ക്ലിയർ സെൻറ്റൻസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ട് എന്തുണ്ടാവും? ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങളെ മാർക്ക് കൂടാനുള്ള ചാൻസ്, അവർക്ക് ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട്, കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കുറച്ച് ആൾക്കാർ ഒരു മിനിറ്റ്, ആരോ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജോയിൻ ആയോ എല്ലാവരും? ജോയിൻ ആയിട്ടുണ്ടോ? ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഓ, ടൈം ജോയിൻ ചെയ്ത് കഴിഞ്ഞോ? ഓ, പിന്നെ ആൾക്കാരുണ്ട്. ഓക്കെ, എല്ലാവരും കഴിഞ്ഞോ? ഓക്കെ, യെസ്. എന്താ വെച്ചാൽ ട്രാവൽ എസ്സേ അല്ലേ? ഓക്കെ, യെസ്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ട്രാവൽ എസ്സേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദി ആവലാൻസ് ആണെങ്കിൽ ട്രാവൽ എസ്സേ എന്നൊക്കെ പറയാം. ബട്ട് നമുക്കതിനെ വേണമെങ്കിൽ രണ്ടായിട്ട് പോയം അല്ലെങ്കിൽ സ്റ്റോറി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, സിമ്പിളായിട്ട് പറയുമ്പം ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് മെമ്മോയർന്നോ അല്ലെങ്കിൽ ട്രാവൽ എസ്സേ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ സ്റ്റോറിന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ ആണല്ലോ? സ്പെസിഫിക് ആയിട്ട് ടൈപ്സ് പോകുമ്പോൾ ഇപ്പോൾ മെമ്മോയർ, സോറി ഒന്നുകൂടി പറയോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല അല്ലേ? അത് ഞാൻ ഈ ജോയിൻ ചെയ്യാൻ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ പ്രശ്നമായിരിക്കും. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് പറയണേ, ഇത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഓക്കെ, യെസ്. സ്ക്രീൻ ഇപ്പോൾ ഒന്നും കാണുന്നില്ല, ഒന്നുകൂടി ചെയ്യട്ടെ. ജസ്റ്റ് കാട്ട്. ഓക്കെ, ഇതിങ്ങനെ ഇനിയുള്ള ആൾക്കാർ ജോയിൻ
ചെയ്യണ്ട, നമുക്ക് ഇപ്പോൾ ആൾക്കാർ വെച്ച് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദ സെൻട്രൽ തീം ഓഫ് ദി ടൈപ്പ്. നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതി കഴിഞ്ഞു, സെക്കൻഡ് സെൻറ്റൻസ് ഇത് എഴുതണം. ദ സെൻട്രൽ തീം ഓഫ് ദി ഇത് ടൈപ്പ് എന്താണ്? സ്റ്റോറി ആവാം, ഷോർട്ട് സ്റ്റോറി ആവാം, പോയം ആവാം, വൺ ആക്ട് പ്ലേ ആവാം. ഓക്കെ, ദ സെൻട്രൽ തീം ഓഫ് ദി ഡാഷ് ഈസ്. എന്താണ് സെൻട്രൽ തീം? അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതിലെന്താണ് മെയിനായിട്ട് പറയുന്നത്? ആ കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ലൈൻ പോലെ എഴുതി കൊടുക്കുക. ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് സെൻട്രൽ തീം എന്ന് കിട്ടുന്നില്ലെങ്കിൽ സിമ്പിളായിട്ട് ദ മെയിൻ ഐഡിയ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി, ഓഫ് ദ പോയം, ഓഫ് ദ സ്റ്റോറി അങ്ങനെ പറഞ്ഞിട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ അതിനും സിമ്പിളായിട്ട് ഇറ്റ് ഈസ് അബൌട്ട്. സെക്കൻഡ് സെൻറ്റൻസ് ആണ്. ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞു. എന്താ? The Gift is an interesting short story written by the famous writer S.K. Pottekkatt. അത് കഴിഞ്ഞിട്ട് the central theme of the short story is എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ തീം പറയാം. Death is a great leveler, അല്ലേ? മരണം എല്ലാവരും തുല്യമായി കാണുന്നു, അങ്ങനത്തതാണ്. നമുക്ക് നമ്മളെ വേറൊരു ചാപ്റ്ററായ യെസ് ട്രാവൽ എന്നുള്ള പോയത്തിൻ്റെ സെൻട്രൽ തീം നോക്കാം. അതങ്ങനെ ഫിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാൻ. ദ സെൻട്രൽ തീം ഓഫ് ദ പോയം ഇസ് ദ പോയറ്റ്സ് ലവ് ഫോർ ട്രാവൽ ആൻഡ് എക്സ്പ്ലോറിങ് ന്യൂ പ്ലേസസ്. ഓക്കെ ആണല്ലോ. നമുക്കിത് ഓരോ ചാപ്റ്ററിൻ്റെയും പഠിക്കണം. ഓക്കെ, അതാണ് ചെയ്തിട്ടില്ല. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സസിൽ ഗൂഗിൾ മീറ്റിൽ ഓരോ ചാപ്റ്ററിൻ്റെ സെൻട്രൽ തീം എന്താണ് എന്ന് പഠിച്ച് വെക്കാം. ഓക്കെ ആണല്ലോ. അത് സെയിം പോയത്തിന് തന്നെ ദ മെയിൻ ഐഡിയ ഓഫ് ദ പോയം is that the poet dreams about traveling to far away lands. അല്ലെങ്കിൽ it is about the poet's strong desire to see the world. കാണുന്നില്ല? ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. കേൾക്കുന്ന കാണുന്നൊക്കെ ചെയ്യുന്നില്ല? ഓക്കെ, താങ്ക് യു. യെസ്, ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ 2 സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ചെയ്യാനുള്ള 2 സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് ആഡ് ചെയ്യണമെങ്കിൽ എല്ലാ ക്വസ്റ്റിനും ജനറലി ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് ആണ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദി ഡാഷ് ആർ. ദ മെയിൻ ക്യാരക്ടേഴ്സ്. ചില സ്റ്റോറീസിന് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, ചില സ്റ്റോറീസിന് ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ട്രാവൽ എന്നുള്ളതിന് ക്യാരക്ടറൊന്നുമില്ല, അല്ല, അത് അങ്ങനെ വലിയ വലിയ ആൾക്കാരൊന്നുമില്ല. പക്ഷേ ചില സ്റ്റോറീസിന് ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റോറിയാണ് മദേഴ്സ് ഡേ. അപ്പോൾ അത് നമ്മൾ ഫിൽ ചെയ്യാം. മദേഴ്സ് ഡേ ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ നമുക്കിതെങ്ങനെ ഫിൽ ചെയ്യാൻ പറ്റും? ദ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദ വൺ ആക്ട് പ്ലേ ആർ മിസ്സസ് ആനി പിയേഴ്സൺ, മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, സിറിൽ, ഡോറിസ് ആൻഡ് ജോർജ് പിയേഴ്സൺ. ഓക്കെ ആണല്ലോ. ദ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദി വൺ ആക്ട് പ്ലേ ആർ മിസ്സസ് ആനി പിയേഴ്സൺ, മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, സിറിൽ, ഡോറിസ് ആൻഡ് ജോർജ് പിയേഴ്സൺ. മൂന്നാമത്തെ സെൻറ്റൻസ് ആയി. നമുക്ക് ആ ക്വസ്റ്റിനെ പറ്റി നമ്മളിപ്പോൾ കിട്ടിയ ക്വസ്റ്റിൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതെന്താ കമൻറ്റ് ഓൺ ദ ടൈറ്റിൽ ഓഫ് ദ ഗിഫ്റ്റ്. ഇതിനെപ്പറ്റി നമ്മൾ അധികം പറയുന്നെങ്കിൽ പോലും നെക്സ്റ്റ് ഇപ്പോൾ എന്താണ് അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം, അപ്രിസിയേഷൻ ഓഫ് മദേഴ്സ് ഡേ. വാട്ട് ആർ ദ ഇഷ്യൂസ് ദാറ്റ് ദ പ്ലേ മദേഴ്സ് ഡേ ഹൈലൈറ്റ്സ്? മദേഴ്സ് ഡേ എഴുതിയതാരാണ്? പറയൂ. ജെ.ബി. പ്രസ്ലി. വെരി ഗുഡ്. ഓക്കെ, ജെ.ബി. പ്രസ്ലിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈൻ എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ മദേഴ്സ് ഡേ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ്. പറഞ്ഞോ, ഒരാൾ പറയാൻ പോകുന്നില്ല, പറഞ്ഞോ. പറയുന്നു. നമുക്കിത് വെച്ച് പറഞ്ഞോ. വെരി ഗുഡ് ബൈ ദ ഫേമസ് റൈറ്റർ ജെ.ബി. പ്രസ്ലി. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളാം. അങ്ങനെ സിമ്പിളായി ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് അതിനെപ്പറ്റി അറിയുന്ന കാര്യം ഫസ്റ്റ് നമ്മൾ എഴുതി കൊടുത്തു. നമുക്ക് ഇതറിയാം, ഇതിൽ എഴുതി ആരാണെന്ന് അറിയാം, ഇതെന്ത് ടൈപ്പാണെന്ന് നമുക്കറിയാം. അത് നമ്മൾ ടീച്ചർക്ക് ഫസ്റ്റ് തന്നെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പായി. അപ്പോൾ നിങ്ങൾ ബാക്കി ചെക്ക് ചെയ്യാൻ തന്നെ അവർ നോക്കൂല. ഓക്കെ ആണല്ലോ. യെസ്, ഓക്കെ, നെക്സ്റ്റ് വൺ അത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ചാപ്റ്ററിൻ്റെ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്നുള്ള ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വലിയ പാരഗ്രാഫ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. നോക്കിയാലോ? എല്ലാം റെഡി അല്ല? റെഡിയാണോ? യെസ്, റെഡി. ഓക്കെ, സ്പീഡ് കുറക്കാലോ? ഒന്ന് പറയണം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതാണ് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഓക്കെ,
നമുക്കെന്നാൽ ജസ്റ്റ് നമുക്ക് ഓരോരോ ചാപ്റ്ററിന് ഇത് ഫില്ല് ചെയ്ത് കൊടുത്താലോ? ഒരാളിത് പറയുമോ? ഇതെല്ലാം നമുക്ക് മറ്റേതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ പറയൂ, എന്താ പറഞ്ഞത്? ഓരോ ചാപ്റ്റർ വൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ഇടയിൽ പറയുമ്പോൾ നമുക്കൊരു എഴുതിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ട്, ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇങ്ങനെ ഏതിൻ്റെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെ ചെയ്യേണ്ടത്? നമ്മളെ സ്റ്റേജ് അതാണല്ലോ, മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ചാപ്റ്ററിനെ സെയിം ആയിട്ട് പറയാനാണോ? ഒരു ചാപ്റ്ററിന്റെ പിന്നെ സമ്മറി ഇതേ പറയാം, നെക്സ്റ്റ് ചാപ്റ്ററിന്റെ അങ്ങനെ ചാപ്റ്റർ വൈസ് പറഞ്ഞാൽ നല്ല ഉപകാരമായിരുന്നു. ഓക്കെ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഇങ്ങനെ ചെയ്ത ഒരു ഫുൾ ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കതും നോക്കാം. ഓക്കെ, ആരോ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരെ കൂടെ ഒന്ന് ആഡ് ചെയ്യട്ടെ. എൻ്റെ ഫ്രണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്ന് ജോയിൻ ചെയ്യാൻ. ഓക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ ജോയിൻ ആയില്ല എല്ലാവരും? എത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എത്ര ആളുടെ ടോട്ടൽ? 7 അല്ലല്ലോ, 7 കൂടുതൽ. ഓക്കെ 45 ആണോ? 48. ഓക്കെ, താങ്ക് യു. യെസ്, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. അതാ വേറെ ആദ്യമൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഡൂപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, നമുക്ക് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇവിടെ ഇപ്പം പറയുന്ന ഒരാളാണ് ഹാൻഡ് റൈസ്. ആൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയണേ. ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? ചോദിച്ചോ. കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ, യെസ്. നമുക്കെന്നാൽ ഒരാൾ ഇപ്പോൾ ഈ തസ്ലീമ എന്നുള്ള ആളില്ല, റെഡി അല്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഒരു ചാപ്റ്ററിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ നിങ്ങൾ ഇഷ്ടമുള്ളൊരു ചാപ്റ്റർ ഇത് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററിൻ്റെ പറഞ്ഞോ. ഈ ഫസ്റ്റ് ലൈന് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ പറയണം. പറഞ്ഞോ, ഈ ഒരു ഫോർമാറ്റ് ഫില്ല് ചെയ്താൽ മതി. നിങ്ങളെ ഇഷ്ടമുള്ള ചാപ്റ്റർ ഫില്ല് ചെയ്യുക, ടൈപ്പ് ചെയ്താൽ പറയാനേ, ഓതറിൻ്റെ പേരും പറയാനേ. പറഞ്ഞോ. തസ്ലീമ എന്നതിൻ്റെ പേര് ഉണ്ട്. യെസ്, പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് ക്ലിയർ ആണ്. വേറെ ആരെങ്കിലും ഒരാൾ പറയുമോ? ജസ്റ്റ് ഒരാൾ മാത്രം നിങ്ങളുടെ പേര് ഫസ്റ്റ് പറഞ്ഞോ. ആരിത്? How I Taught My Grandmother is an interesting memoir written by famous writer സുധാമൂർത്തി. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം എല്ലാവരും ഇത് ചെയ്യാൻ റെഡിയായി തോന്നിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇത് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കണമെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഇത് ഭയങ്കര സിമ്പിളായിപ്പോയി, എനിക്ക് കുറച്ചും കൂടി ടഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇൻട്രസ്റ്റിംഗ് മാറ്റാം. ഈ ഇൻട്രസ്റ്റിംഗ് എന്നുള്ള വേർഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻട്രസ്റ്റിങ്ങിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എക്സലൻറ്റ്. ഇസ് ആൻ എക്സലൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിപ്പിക്കുന്നത് വളരെ ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിപ്പിക്കുന്നതാണെങ്കിൽ ഒരു എക്സലൻറ്റ്, ഒരു അടിപൊളി വേർഡാണ് തോട്ട് പ്രൊവോക്കിംഗ്. ഇതേപോലെ നല്ലൊരു അഡ്ജക്റ്റീവ് ആരെങ്കിലും പറഞ്ഞിടോ ഇങ്ങനെ ചെയ്യാൻ പറ്റുക? തോട്ട് പ്രൊവോക്കിംഗ്. ഒരു അഡ്ജക്റ്റീവ് പറയാം. എക്സലൻറ്റ്, ഇൻട്രസ്റ്റിംഗ്, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു അഡ്ജക്റ്റീവ് ആർക്കെങ്കിലും വരെ പറഞ്ഞോ. അമേസിങ്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ പറഞ്ഞോ. അമേസിങ് പറഞ്ഞു. ഓക്കെ, യെസ്. വേറെ ഏതെങ്കിലും പറയാൻ പറ്റുമോ? ഗ്രേറ്റ്. വെരി ഗുഡ്. ഗ്രേറ്റും പറഞ്ഞു. വണ്ടർഫുൾ. വെരി ഗുഡ്. പക്ഷെങ്കിൽ ശ്രദ്ധിക്കണം, ഇമോഷണൽ പോയൊക്കെ ആണെങ്കിൽ ബ്യൂട്ടിഫുൾ ഒക്കെ പറയാം, ബ്യൂട്ടിഫുൾ പറയാം. യെസ്, ബ്രില്യൻറ്റ്, ഇങ്ങനത്തെ എല്ലാ വേർഡ്സും ഉപയോഗിക്കാം. പക്ഷേങ്കിൽ ഭയങ്കര സാഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതൊന്നും പറയരുത് കേട്ടോ. ഇപ്പോൾ ദ ഗിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ് അമേസിങ് എന്നൊക്കെ പറയുന്നതിന് പകരം ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇമോഷണൽ എന്നൊക്കെ പറയാം. നിങ്ങൾ ചാപ്റ്റർ അനുസരിച്ച് മാറ്റാൻ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഗിഫ്റ്റ് ഈസ് എൻ ഇമോഷണൽ ചാപ്റ്റർ എന്ന് പറയും അല്ലേ? ഗിഫ്റ്റ് ഈസ് എൻ ഇമോഷണൽ എന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോന്നോരും മാറ്റാം. ഓക്കെ ആണല്ലോ? ഫേമസ് എന്ന് പറയുന്നതിന് പകരം റിനൗണ്ട് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, റിനൗണ്ട് റൈറ്റർ എന്ന് ഉപയോഗിക്കാം. യെസ്, ഓക്കെ ആണല്ലോ? കണ്ടിന്യൂ ചെയ്തോടാം.
കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഒരു ഷെഡ്യൂൾ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നാളെ മുതലുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ഞാൻ ഷോർട്ടാക്കി വിടുന്നതാണ്. നാളെ മുതൽ നമ്മൾ രണ്ട് ചാപ്റ്ററായിട്ട് ഒരു ദിവസം 2 ചാപ്റ്റർ റിവിഷൻ, അതേപോലെ തന്നെ അന്ന് ഞാൻ ഗൂഗിൾ മീറ്റിന് പുറമെ നോട്ട്സ് സെൻഡ് ചെയ്ത് തരും ഗ്രൂപ്പിലേക്ക്, നമ്മളെ മറ്റേ ഗ്രൂപ്പിലേക്കാണ്, ഇപ്പോൾ ആരും ആഡ് ചെയ്യാത്ത ഗ്രൂപ്പിലേക്ക്. അതിന് കൂടെ ഈ 2 ചാപ്റ്റർ റിവിഷൻ പ്ലസ് ഒരു ആക്ടിവിറ്റി, ഈ ഒരു ഫോർമാറ്റാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റാണ് ഫസ്റ്റ് വീക്ക് നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആവുന്നില്ല? എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ? എനിക്ക് മാത്രമൊന്നും അറിയില്ല. ക്ലിയർ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ക്ലിയർ ആണ്. ഓക്കെ ചിലപ്പോൾ എന്തോ ഇഷ്യൂ ആയിരിക്കും. എന്തോ ഇഷ്യൂ ആയിരിക്കും, ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓരോ ദിവസവും ഒരു 2 ക്ലാസ് 15 മിനിറ്റ്സിൻ്റെ 2 റിവിഷൻ, അതിൻ്റെ കൂടെ ഒരു ആക്ടിവിറ്റി, നമ്മൾ ചെയ്യാനുള്ള ബാക്കിയുള്ള ജോബ് ആപ്ലിക്കേഷൻ, ഡയറി, അങ്ങനത്തെ 2-3 ആക്ടിവിറ്റീസ് അത് നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് എന്തുണ്ടാവും, ഇടങ്ങാറുണ്ടാവും. കാരണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഞാൻ പറയുമ്പോൾ നിങ്ങൾ നോട്ട്സ് അയക്കേണ്ടി വരും. ഓക്കെ, കാരണം യൂട്യൂബിൽ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഓക്കെ ഇറ്റ്സ് വെരി ഗുഡ്, നല്ല ക്ലാസ്സാണ്, എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇത് എഴുതണം എന്നുള്ള കാര്യം പലരും ആലോചിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം പഠിപ്പിച്ച് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോൾ എടുത്ത കാര്യം അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയും. ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ ആൾക്കാരായിട്ട് സെൻഡ് ചെയ്യാൻ പറയും. നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം, ഓൺ ദ സ്പോട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളായിട്ട് ഒറ്റയ്ക്ക് ചെയ്യും. അല്ലാണ്ട് യൂട്യൂബ് ക്ലാസ് കാണുമ്പം എല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങൾ എക്സാം ഹാളിൽ എത്തിയാൽ അതൊന്നും പേപ്പറിലേക്ക് എത്തില്ല. ഓക്കെ ആണല്ലോ? യെസ്. സോ നമുക്ക് ഇപ്പോൾ എടുത്ത കാര്യം ഇതൊക്കെ ആണല്ലോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരാൾ ഇത് വേണ്ട. ഓക്കെ, ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് പറഞ്ഞോ? ഗ്രാൻഡ് മദർ സുധാമൂർത്തി അല്ലേ? കൃഷ്ണക. ഓക്കെ, ഗ്രാൻഡ് മദറിൻ്റെ പേര് കൃഷ്ണക. ഓക്കെ, വെരി ഗുഡ്. സോ ഈ കാര്യങ്ങളൊക്കെ ത്രിവേണിനും വേണം ഒരു ക്യാരക്ടറായിട്ട് കൂട്ടാം. ത്രിവേണി ഒരു റൈറ്ററാണ് അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ വന്നു. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്നുള്ളതിൻ്റെ ചാപ്റ്ററിനുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കാൻ. ഓക്കെ, അതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ? ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഏതോ വർഷം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഫസ്റ്റ് പാരഗ്രാഫ് നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. പഠിച്ച സെയിം കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആരോ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് നമ്മൾ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫുൾ പാരഗ്രാഫ് നമുക്ക് പഠിച്ച 3 കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അറിയാത്തൊരു ക്വസ്റ്റ്യൻ, നമുക്കധികം പരിചയമില്ല, പക്ഷേ ആ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാം. ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചാപ്റ്ററിൻ്റെ പേരും റൈറ്ററിൻ്റെ പേരും ഒക്കെ മാറ്റിയാൽ മതി, ബാക്കി കണ്ടന്റൊക്കെ സെയിം ആണ്. ഓക്കെ, യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് മെമോയർ written by the famous writer സുധാമൂർത്തി. സെയിം സംഭവം തന്നെ നമ്മൾ എല്ലാ ചാപ്റ്ററും ഇത് തന്നെ ചെയ്ത ആളെ പേര് മാറ്റുക, ടൈപ്പ് മാറ്റുക, ചാപ്റ്റർ പേര് മാറ്റുക. ഓക്കെ, ദ സെൻട്രൽ തീം ഓഫ് ദ മെമോയർ ഇസ് അബൌട്ട് adult education and how Sudhamurti teaches her grandmother to read. The main characters are Sudhamurti and her grandmother Krishnaka. Clear ആണല്ലോ? It is about the importance of learning at any age and the bond between a granddaughter and her grandmother. നോക്കിയിട്ട് നിങ്ങൾ പേപ്പറിൽ ഇത് എഴുതുമ്പോൾ ഇത് എത്ര കണ്ടന്റ് ഉണ്ടാവും അല്ല? ജസ്റ്റ് സിമ്പിളായിട്ട് ടോപ്പിക്കും ക്യാരക്ടറിൻ്റെ പേരും അതായത് എഴുതിയെന്നൊക്കെ പറയുന്നത് വെറുതെ സെൻറ്റൻസ് ആക്കി എഴുതുമ്പോൾ എത്ര നല്ല കണ്ടന്റായി അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ജനറലായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പുറമെ ഇപ്പോൾ ഈ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പെയ്ഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ റിവിഷൻ ക്ലാസ്സും മോഡൽ എക്സാം പേപ്പറിനൊക്കെ പറഞ്ഞു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9539234433. ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റിൻ്റെ കാര്യം അതേപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നിങ്ങളെ നമ്പർ നിങ്ങൾ ഏത് നമ്പർ വാട്സപ്പ് നമ്പറാണ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നിങ്ങൾ ഗൂഗിൾ മീറ്റിലെ നമ്പർ. കാരണം പെയ്ഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ പറയുന്ന പേര് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ലൈവ് ജോയിൻ ചെയ്ത് ഇൻട്രാക്റ്റീവായി ക്ലാസ് നടത്തുന്നെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് ആഡ് ചെയ്യുക. പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക, ലേറ്റ് ആക്കാതിരിക്കുക. ലേറ്റ് ആക്കുന്നതോറും കണ്ടൻറ്റ് പഠിക്കാനുള്ളത് കൂടി വരും. ഓക്കെ, യെസ്. നമ്മൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ലാസ്റ്റത്തെ നമുക്ക് എക്സാം ടിപ്പ് നോക്കാം, എന്താണ് കാര്യം എന്നുള്ളത്. ഓക്കെ ആണല്ലോ? യെസ്. ഇംപ്രസ്
help the examiner. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. ഈ ഒരു ടിപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഒരു 5-6 കാര്യങ്ങൾ പറയാനുണ്ട്. അതിലിപ്പോൾ 2-3 കാര്യം ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് തന്നെ ആരാണ് ഈ എക്സാമിനർ അറിയാമോ? എക്സാമിനർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്കാണ് എക്സാമിനർ എന്ന് പറയുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പം വിചാരിക്കും നമ്മളൊരു എക്സാം എഴുതുമ്പോൾ ഫുള്ള് പഠിച്ച കാര്യങ്ങൾ മാത്രം എഴുതൽ അതിനെല്ലാം ഏറ്റവും അധികം മാർക്ക് കിട്ടാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും പഠിക്കുകയും അതേപോലെ തന്നെ ഈ എക്സാം ചെക്ക് ചെയ്യുന്നവരെ നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യുന്ന ആൾക്കാർക്കും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാണ്. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ഇപ്പോൾ കുറച്ച് ചിലപ്പോൾ ഫെയിൽ അങ്ങനത്തെ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ 2 കുട്ടികളുടെ കേസ് ഞാൻ പറയാം. അപ്പോൾ അത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഓക്കെ. ഫസ്റ്റ് കുട്ടി സെക്കൻഡ് കുട്ടി രണ്ടാളും പേപ്പർ ചെക്ക് ചെയ്യുന്ന ഒരേ ടീച്ചറാണ്. ഓക്കെ. ഫസ്റ്റ് കുട്ടീൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം അറിയുന്ന കാര്യങ്ങൾ മാത്രം വ്യക്തമായി എഴുതും, പക്ഷേങ്കിൽ ബാക്കി ആൻസറൊക്കെ വെറുതെ വിട്ടളി. ഓക്കെ. രണ്ടാമത്തെ കുട്ടീൻ്റെ പേപ്പർ നോക്കുമ്പോൾ ഓക്കെ, രണ്ടാമത്തെ കുട്ടീൻ്റെ പേപ്പറിൽ ആ കുട്ടി എല്ലാം കറക്റ്റൊന്നുമല്ല, പക്ഷേങ്കിൽ എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അറിയാത്ത ക്വസ്റ്റൻ ആണെങ്കിലും അതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമാണെങ്കിലും അക്കൗണ്ടൻസി ആണ് എന്തെങ്കിലും ആയാലും ജനറലി പറയുന്നതാണ്. അപ്പോൾ അറിയാത്തതാണെങ്കിലും അതിനെ പറ്റിയുള്ള ഒരു കാര്യം അവിടെ എക്സാം നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ടീച്ചർ ഒരു പ്രാവശ്യം ഫുൾ ചെക്ക് ചെയ്ത് 2 പേപ്പർ ചെക്ക് ചെയ്ത് അപ്പോൾ ഇവൻക്കും കിട്ടിയത് 23 മാർക്ക്, ഈ കുട്ടിക്കും കിട്ടിയത് 23 മാർക്ക്. ഓക്കെ ആണല്ലോ. കഷ്ടപ്പെട്ട് നോക്കിയിട്ട് 23 മാർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ടീച്ചർ ഈ ഫസ്റ്റ് കുട്ടീൻ്റെ പേപ്പർ ഒന്നും കൂടി നല്ലോണം സെർച്ച് ചെയ്യും, കുറേ നോക്കുക എവിടെയെങ്കിലും ഈ ഒരു മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ. കാരണം ഒന്നും ഏതാ സ്ഥലത്ത് ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ ജോലി പോയി പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ടീച്ചർക്ക് ജോലി വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ടീച്ചർക്ക് ഇല്ലാത്ത സ്ഥലത്ത് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒരു മാർക്ക് ഇടാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഈ രണ്ടാമത്തെ കുട്ടീൻ്റെ പേപ്പർ നോക്കുമ്പോൾ ഒരു 2-3 ആൻസറിനൊക്കെ എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ 2 ആൻസറിന് ചിലപ്പോൾ ഒന്നിനൊരു ഹാഫ് മാർക്കും മറ്റൊരു ഹാഫ് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായി, ആ പാസ് മാർക്ക് വെരി ക്രൂഷ്യലായ പാസ് മാർക്ക് ആർക്ക് കിട്ടി, ഈ ജനറലി പഠിക്കുന്നു എല്ലാ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്ന കുട്ടി കിട്ടും. പക്ഷേ ഈ കുട്ടി ബാക്കി എല്ലാം കറക്റ്റായിരിക്കും കുട്ടി ചെയ്തത്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. പറയുമ്പോൾ സെയിം മീനിങ് അല്ല, അറ്റംപ്റ്റ് ശ്രമിച്ചില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബ്രാക്കറ്റ് ഹിസ്റ്ററി ഒക്കെ ചൂസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 4 ഓപ്ഷൻ ഉണ്ട്, ABCD. ഇതിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിക്കൂടെ. ഓക്കെ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ഫില്ല് ചെയ്യുക. ഓക്കെ. എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഫില്ല് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ ബ്ലാങ്കായി വിടാൻ പാടില്ല. ഇതിന് പുറമേ കുറച്ചും കൂടി ടിപ്സ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഇന്നത്തെ ഓരോ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞ് പോവാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്ത് വിചാരിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ക്ലാസ്സിൽ ഈ പോർഷന് ഞാൻ എക്സ്ട്രാ റെക്കോർഡ് ചെയ്തതാണ്. കാരണം ഹാഫ് റെക്കോർഡ് പോയി അപ്പോൾ ഇത് ഗൂഗിൾ മീറ്റിൽ ഇപ്പോൾ ആൾക്കാരില്ല, ഫസ്റ്റ് ഹാഫിലാണ് ആൾക്കാരുണ്ടായിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിരുന്നു. എല്ലാവരും നല്ലോണം കോപ്പറേറ്റ് ചെയ്ത് നല്ലോണം ലാസ്റ്റ് ഒരുപാട് ഡൗട്ട് ക്ലിയറൻസോ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ മീറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട്, ലൈവ് ക്ലാസ് പെയ്ഡ് ബാച്ചിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ജോയിൻ ചെയ്യാം. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. 28-ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 28-ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. 29-നൊക്കെ ചേരാം. റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റോക്ക് ആക്കി വെക്കണ്ട. നിങ്ങൾക്ക് ആകെ കുറച്ച് ദിവസം മാത്രമേ നിങ്ങൾ എക്സാമിനുള്ളൂ. അത് നിങ്ങൾ മെയിനായിട്ട് ആലോചിക്കുക. വെരി ഫ്യൂ ഡേയ്സ് ഓൺലി. ഓക്കെ. ജൂലൈ ഇതിങ്ങ് എത്തി. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ഒന്നുകൂടി നമ്പർ കാണിച്ചു തരാം. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ബാക്കി പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരും. 95 നമ്പർ പറഞ്ഞു, ഒരു മിനിറ്റ്, ഇതല്ല 9539234433. ഇതില്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ എൻ്റെ മെയിൻ അഡ്മിൻ നമ്പറിലേക്കും ചോദിച്ചാൽ മതി. ഓക്കെ. 9539234433. ഓക്കെ ആണല്ലോ. സോ യെസ്, താങ്ക് യു സോ മച്ച് ഫോർ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരും താങ്ക് യു. അതേപോലെ തന്നെ യൂട്യൂബിൽ ക്ലാസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ലൈവ് ക്ലാസ്സിന് സൈൻ അപ്പ് ചെയ്യാം. Okay, so thank you so much for watching. I hope this video was very useful for you. If you have any doubts, please leave them in the comments. And yeah, guys, I'll see you guys in the live class. Goodbye.